ഇന്ന് അഭിലാഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ നമ്മളൊരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അഭിലാഷേട്ടൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ എല്ലാമാണ്. അങ്ങനെയല്ല, ഇവരൊന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇവരൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ വന്നത് സാൽമിയയിലേക്കാണ്. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഇരുന്ന് തന്നെ കേക്കും കട്ട് ചെയ്യാം, ഇവിടുന്ന് ഫുഡും കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ ലിഫ്റ്റ് കയറാൻ നിൽക്കുമ്പോഴാണ് ജസ്റ്റിന് പറഞ്ഞത് ഇതിൻ്റെ പുറത്ത് നല്ല വ്യൂ ആണ്, നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന്. ശരിയായിരുന്നു കേട്ടോ പറഞ്ഞത്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൾ പിന്നെ കുറേ നാളുകളായിട്ട് ഇവിടെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം പുറത്തൊക്കെ നിന്നു. അവിടെ ഇങ്ങനെ നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ചുറ്റിലും. പിന്നെ ഇതാണ് കേട്ടോ ഇവരുടെ ടീം. ആ അറ്റത്ത് നിൽക്കുന്നതാണ് കേട്ടോ അഭിലാഷ് ഏട്ടൻ. ഇപ്പോൾ ഈ നടന്നു പോകുന്നത് ജിതീഷാണ്. ആളെ വീഡിയോയിൽ എടുക്കണം എന്ന് പറഞ്ഞാലും എനിക്ക് ആളുടെ ഫേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അൻവറാണ്, ഇത് വിഭാഷേട്ടനാണ്, ഇത് സോനുവേട്ടൻ ആൻഡ് ഫാമിലി. ജസ്റ്റിന ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നുകൊണ്ടാണ് കേട്ടോ ആള് യൂണിഫോമിൽ. ഇതാട്ടോ നമ്മുടെ ബർത്ത്ഡേ ബോയ്. പിന്നെ നമ്മൾ നേരെ വന്നത് KFC കേട്ടോ. അപ്പോൾ ഇവർ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് സീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് നല്ലൊരു പണി കിട്ടിയത്. സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇവിടെ പുറത്തെ ഫുഡൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നമ്മൾ കുറച്ചധികം റിക്വസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് മറീന ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ നമ്മളെല്ലാം പാഴ്സലെടുത്ത് നേരെ മറീന ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഏകദേശം ഒരു 11 മണി സമയമായിട്ടുണ്ടായിരുന്നു. അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു. ഓൾറെഡി സമയം പോയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാറ്റ് കാരണം കെട്ടുപോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ അഭിനയിക്കുന്നതാണ് ഇത് ഊതുന്നതായിട്ട്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഏതെൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഇതാ കേക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുവാണേ. ഇത് 83 അല്ല കേട്ടോ ആളുടെ ഏജ്, 38 ഏജേ ആൾക്കുള്ളൂ. അത് പക്ഷേ പെട്ടെന്ന് വന്ന് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ആവുന്നതിന് മുന്നെങ്കിലും നമുക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തു, ഷെയറിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, KFC ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല നീറ്റായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടിട്ടാണ് വന്നത്. നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ അതിൽ നടന്നിട്ട് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.